ഇന്ന് കൊല്ലത്ത് മാനസിക വിഭ്രാന്തി ബാധിച്ച നിലയിലാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ഇടപെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ജനാധിപത്യപരമായ സമരങ്ങളോട് തികഞ്ഞ പുച്ഛവും ആ സമരങ്ങളെ അവഹേളിക്കുന്ന നിലയിലേക്കും ആക്ഷേപിക്കുന്ന നിലയിലേക്കും അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ജനാധിപത്യ സമൂഹത്തിനാകമാനം അപമാനകരമായിട്ടുള്ള ഒന്നാണ്. SFIയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി വളരെ ജെനുവിനായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് SFI ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സർവകലാശാലകൾക്കകത്തേക്ക് സംഘപരിവാറിൻ്റെ പ്രവർത്തകരെ, RSSൻ്റെ പ്രവർത്തകരെ സംഘപരിവാർ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻറ്റിൻ്റെ പണി സർവകലാശാലകളുടെ ചാൻസലർ എടുത്ത ഘട്ടത്തിലാണ് SFI സമരം ആരംഭിച്ചിട്ടുള്ളത്. ജനാധിപത്യ ഇന്ത്യയിൽ ഏതൊരു പൗരനും ജനാധിപത്യപരമായി സമാധാനപരമായി സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഓരോരുത്തരും ഉൾപ്പെടെയുള്ള മനുഷ്യർ ഇന്ന് ഈ രാജ്യത്തും ലോകത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അവകാശങ്ങളും സമരങ്ങളിലൂടെ ലഭ്യമായിട്ടുള്ളതാണ്, സമരങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ളതാണ്. ആരും നമ്മുടെ ഒന്നും മുൻപിലേക്ക് പ്ലേറ്റിൽ വെച്ച് നീട്ടിയിട്ടുള്ള ഒരു അവകാശവുമല്ല നമ്മൾ ആരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ നിലയിൽ ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി നടത്തിയിട്ടുള്ള ഇടപെടലിനെതിരെ ജനാധിപത്യപരമായി നടക്കുന്ന സമരത്തിന് നേരെ ആ സമരത്തിലുള്ള വിദ്യാർത്ഥികളെ അവഹേളിക്കുന്നതിന്, ആക്ഷേപിക്കുന്നതിന്, അവരെ പ്രകോപിപ്പിക്കുന്നതിനും എങ്ങനെയും അക്രമ സംഭവങ്ങൾ അരങ്ങേറുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറാട്ട് നാടകങ്ങളെ കേരളത്തിലെ പൊതുസമൂഹം തള്ളിക്കളയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകരെ ആക്ഷേപിക്കുന്ന അദ്ദേഹം പറഞ്ഞ് സമരം ചെയ്യുന്ന ആളുകൾ കുരങ്ങന്മാരാണെന്ന് പറഞ്ഞ്, ഇതിനു മുൻപ് ക്രിമിനലുകളെന്ന്, ഇന്ന് ഗുണ്ടകളെന്ന് വീണ്ടും ആവർത്തിക്കുന്നു. ഈ നിലയിൽ ഒരു മാന്യതയുമില്ലാതെ, ഒരു നിലവാരവുമില്ലാതെ സർവകലാശാലകളുടെ ചാൻസലർ നടത്തിക്കൊണ്ടിരിക്കുന്ന പദപ്രയോഗങ്ങൾ, ആക്ഷേപങ്ങൾ, ഇതിന് മറുപടി കേരളത്തിൻ്റെ പൊതുസമൂഹം നൽകുമെന്നുള്ളതിൽ തർക്കമില്ല. ഏറ്റവും ശക്തമായിട്ട് ഞങ്ങളുടെ സമരം തുടർന്നു പോകും. ഇന്നിപ്പോൾ സമരത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ 124 ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഈ നിലയിൽ അദ്ദേഹത്തിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ്. പോലീസിനെ ഭീഷണിപ്പെടുത്തി ഗുരുതരമായ വകുപ്പുകൾ, ഇപ്പോൾ 124 ചുമത്തേണ്ടുന്ന ഒരു ഒഫൻസും ഒരു തരത്തിലുള്ള കുറ്റകൃത്യവും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് അവിടെ നടന്ന സമരത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുന്ന ആളുകൾക്ക് വ്യക്തമാകുന്ന ഒന്നാണ്. ഇന്നിപ്പോൾ സമരവുമായി ബന്ധപ്പെട്ട് സമാധാനപരമായി റോഡരികിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ വാഹനം നിർത്തി എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ച് ആക്രോശിച്ച് തെറി വിളിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് ചാൻസലറാണ്. ആ ഘട്ടത്തിലും വിദ്യാർത്ഥികൾ സംയമനം പാലിക്കുകയും സമാധാനപരമായി മുദ്രാവാക്യങ്ങൾ വിളിച്ച് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ തന്നെ ആക്രമിച്ചു എന്ന് കള്ളം പറയുന്നതിന് വേണ്ടി ചാൻസലർ, ഗവർണർ നുണ പറയാണ്. മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് തൻ്റെ വാഹനം ആക്രമിച്ചു എന്ന് പറയുന്നു. ഒരു തരത്തിലും വാഹനത്തിൻ്റെ പരിസരത്തേക്ക് ഒരു വിദ്യാർത്ഥിയും പോയിട്ടില്ല. തന്നെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നു, തന്നെ തടഞ്ഞു എന്ന് പറയുന്നു. ഈ നിലയിലൊന്നുമല്ലാതെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. അങ്ങനെ സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെ, പ്രതിഷേധത്തെ ഈ നിലയിൽ അക്രമ സംഭവത്തിലേക്ക് തിരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം അദ്ദേഹം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. SFIയെ സംബന്ധിച്ച് എന്തെല്ലാം പൊറാട്ട് നാടകങ്ങളുമായി ചാൻസലർ ഇറങ്ങിയാലും ഞങ്ങൾ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അദ്ദേഹം ഇന്ന് പറഞ്ഞത് വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ ദിവസവേതനത്തിന് എടുത്ത ആളുകളാണ് സമരം ചെയ്യുന്നത് എന്നുള്ളതാണ്. SFIയെ സംബന്ധിച്ചും SFIയുടെ സമരചരിത്രത്തെ സംബന്ധിച്ചും ആരിഫ് മുഹമ്മദ് ഖാൻ അറിയില്ലെങ്കിൽ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശേഷി കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുണ്ട്. 16 ലക്ഷത്തോളം അംഗങ്ങളുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കേരളത്തിലെ SFI. ഈ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം അതിശക്തമായി തെരുവിലേക്ക് ഇറങ്ങിയാൽ അദ്ദേഹത്തിന് അനങ്ങാൻ വേണ്ടി കഴിയില്ല. ഇന്ത്യയുടെ, കേരളത്തിൻ്റെ സമരചരിത്രം അതാണ്. കേരളത്തിൽ ഇതിലും വലിയ തിട്ടൂരങ്ങളുമായി വന്ന SRCP ഉൾപ്പെടെയുള്ള ആളുകളെ മുട്ടുകുത്തിച്ചതിൻ്റെ സമരപാരമ്പര്യമാണ് കേരള സമൂഹത്തിനുള്ളത്. സ്വാഭാവികമായും ആ സമരച്ചൂട്, ഇന്നിപ്പോൾ ഇളവെയിലിൻ്റെ ചൂടാണ് അദ്ദേഹം 1.5 മണിക്കൂർ കൊല്ലത്ത് അനുഭവിച്ചതെങ്കിൽ ഇതിലും കടുത്ത സമരച്ചൂട് ആരിഫ് മുഹമ്മദ് ഖാൻ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്.